നമസ്കാരം. ഇന്നൊരു കഥ പറയട്ടെ. ഞങ്ങൾ കുടുംബത്തോടെ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ പോയ കഥയാണ്. ക്ഷേത്ര സന്ദർശനം എന്നതൊരു തീർത്ഥയാത്രയാണെങ്കിലും കസിൻസിൻ്റെയൊക്കെ ഒപ്പമുള്ളൊരു യാത്ര ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് അല്ലെങ്കിൽ ഈ യാത്ര വളരെ പ്രധാനപ്പെട്ടതും വളരെ സന്തോഷപ്രദവുമായിരുന്നു. ഭോപ്പാലിലുള്ള വല്യച്ഛൻ്റെ മകൻ അപ്പുച്ചേട്ടായിയും കുടുംബവും എത്തിയതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഈ ഒരു യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. തലേ ദിവസം രാത്രി 8-8:30 ഇവിടുന്ന് തിരിച്ച് വെളുപ്പിനെ കണ്ണൂർ പറശ്ശിനിക്കടവിലെത്തി ഭഗവാനെ തൊഴുത യാത്ര. പറശ്ശിനിക്കടവിൽ ബുക്ക് ചെയ്ത റൂമിൽ റെസ്റ്റ് ചെയ്ത് അവിടുന്ന് ഫ്രഷപ്പായാണ് ഞങ്ങൾ രാവിലെ പറശ്ശിനിക്കടവിലെത്തിയത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് പറശ്ശിനിക്കടവ്. ഒന്നിലധികം തവണ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഓരോ യാത്രയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തിന് വലിയൊരു ഐതിഹ്യമുണ്ട്. ആ കഥ കൂടെ കേട്ടാലോ. അയ്യങ്കര വാഴുന്നവർ എന്ന നാടുവാഴിയിൽ നിന്നുമാണ് മുത്തപ്പൻ്റെ ഐതിഹ്യം ആരംഭിക്കുന്നത്. സ്വത്തും സമ്പത്തും ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും വിവാഹശേഷം കുട്ടികളില്ലാത്തതിൽ ഏറെ ദുഃഖിതരായിരുന്നു ആ കുടുംബം. വാഴുന്നവരുടെ ഭാര്യയായ പാടിക്കുറ്റി അന്തർജനം ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ കഴിയാത്തതിൽ തികച്ചും മനപ്രയാസത്തിലായിരുന്നു. ശിവഭക്തിയായിരുന്ന അന്തർജനം സദാ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു പോന്നു. വാഴുന്നവരുടെ സമാധാനങ്ങൾ ഒന്നും തന്നെ അന്തർജനത്തിൻ്റെ സങ്കടത്തിന് ശമനമുണ്ടാക്കിയില്ല. ഒരു ദിവസം പാതിരാത്രി അയ്യങ്കര ഇല്ലത്ത് പാടിക്കുട്ടി അന്തർജനം സ്വന്തം കിടപ്പറയ്ക്കുള്ളിൽ നിദ്ര വരാതെ കിടക്കുന്ന സമയം അവരുടെ മനസ്സിലൊരു സ്വപ്നം തെളിഞ്ഞു വന്നു. ഉടലിൽ പുലിത്തോലും കഴുത്തിൽ നാഗമാലയും അണിഞ്ഞു നിൽക്കുന്ന തൻ്റെ ആരാധനാമൂർത്തി സാക്ഷാൽ പരമേശ്വരൻ. അന്നത്തെ രാത്രി ഉറക്കം വരാതെ കിടന്ന പാടിക്കുട്ടി അന്തർജനം രാവിലെ പതിവ് പോലെ തോഴുമാരുമൊത്ത് നീരാട്ടിന് പോയപ്പോൾ ആ തെളിനീരിൽ മുങ്ങി എഴുന്നേറ്റ അന്തർജനത്തിന് മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ടൊരു കുട്ടി പ്രത്യക്ഷപ്പെട്ടെന്നും ആ കുട്ടിയെ അവിടെ നിന്നും എടുത്ത് ഇല്ലത്തേക്ക് കൊണ്ടുപോയെന്നും അയ്യങ്കാരും അന്തർജനവും ആ കുട്ടിയെ സ്വന്തം മകനെപ്പോലെ എടുത്തു വളർത്തിയെന്നുമാണ് ഐതിഹ്യം. ആഹ്ലാദപൂർണമായ ആ ദിവസങ്ങൾ മുന്നോട്ടു പോയി. ബാലനിൽ നിന്നും കൗമാരത്തിലേക്ക് കടന്ന പുത്രനിൽ എന്തൊക്കെയോ അസാധാരണമായ കഴിവുകളുണ്ടെന്ന് അവർ മനസ്സിലാക്കി. നാളുകൾ കടന്നു പോകുന്തോറും ആ പുത്രൻ മനയുടെ സമീപ പ്രദേശത്തെ കാടുകളിൽ നിത്യ സന്ദർശകനായി മാറി. കാട്ടിൽ കാലുമേച്ചും അവരുടെ കൂടെ നായാട്ടിന് പോവുകയും നായാടി കൊണ്ടുവരുന്ന പക്ഷിമൃഗാദികളെ ചുട്ടു തിന്നാനും അവരുടെ കൂടെ അത്തരം കാര്യങ്ങൾ ചെയ്യുവാനും തുടങ്ങി. ബ്രാഹ്മണനായി വളർത്തിയ തൻ്റെ മകൻ്റെ ചെയ്തികളിൽ സങ്കടം തോന്നിയ അയ്യങ്കാരും പാടിക്കുറ്റി അന്തർജനവും അവൻ്റെ മുമ്പിൽ കണ്ണീരോടെ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അവനിതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായി. ഒരു ദിവസം ഇവരുടെ കണ്ണീരിനെയും സങ്കടത്തെയും വകവയ്ക്കാതെ മുറിയിലേക്ക് കയറിപ്പോയ ആ പുത്രൻ കതക് തുറന്ന് പുറത്തു വന്നപ്പോൾ അമ്പും വില്ലും അണിഞ്ഞ ഒരു വിശ്വരൂപത്തിൽ തീ ചിന്ത കണ്ണുകളുമായാണ് പുറത്തു വന്നത്. ഈശ്വരൻ്റെ അവതാരമാണ് തൻ്റെ മകനെന്ന തിരിച്ചറിവിൽ ആ അമ്മ അവനോട് ഒരു വരം നൽകുവാൻ ആവശ്യപ്പെടുകയും അവൻ്റെ ആ തീ തുപ്പുന്ന കണ്ണുകൾ മൂടിക്കെട്ടണമെന്ന് പറയുകയും ചെയ്തു. തൻ്റെ വളർത്തമ്മയുടെ ആഗ്രഹമനുസരിച്ച് ഇനിയുള്ള കാലം കണ്ണു മൂടിക്കെട്ടി ജീവിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് കുന്നത്തൂർ മലയിലെത്തിയ ആ മകൻ അവിടെ പനങ്ങളും മറ്റും സേവിച്ച് നടക്കുമ്പോൾ അവനെ തടയാനെത്തിയ ചന്ദൻ എന്ന കുന്നത്തൂർ മലയിലെ അടിയാനെ തൻ്റെ ശക്തി ഉപയോഗിച്ച് ശിലയാക്കി മാറ്റി. തൻ്റെ ഭർത്താവിനെ കാണാതെ തിരിഞ്ഞെത്തിയ ചന്ദൻ്റെ ഭാര്യ വൃദ്ധരൂപത്തിലിരുന്ന അവനോട് "മുത്തപ്പ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കൂ" എന്ന് കരഞ്ഞു പറഞ്ഞു. അതിൽ അലിവ് തോന്നിയ അവൻ ചന്ദന് പുനർജന്മം നൽകുകയും അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അടിയാന്മാരായ ദമ്പതികളുടെ ഭക്തിയിൽ അലിവ് തോന്നിയ ഭഗവാൻ ശ്രീ മുത്തപ്പൻ എന്ന നാമത്തിൽ കുന്നത്തൂർമല തൻ്റെ ആവാസ സ്ഥലമായി തിരഞ്ഞെടുത്തു. എങ്കിലും അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുവാൻ ആഗ്രഹിക്കാതിരുന്ന മുത്തപ്പൻ അവിടെ നിന്ന് പറച്ചിങ്ങിക്കടവിൽ അഥവാ ഇന്നത്തെ പറശ്ശിനിക്കടവിലെത്തി. അവിടെ കുന്നുമ്മൽ തറവാട്ടിലെ കാരണവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് വാസസ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുകയും കാരണവർ ഭഗവാന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ഒരു ശ്രീകോവിൽ പണിത് നൽകുകയും ചെയ്തു. പറശ്ശിനിക്കടവിലെത്തിയ ഭഗവാനെ ആദ്യമായി ദർശിച്ച വണ്ണാനെ ഭഗവാന്റെ രൂപം കെട്ടിയാടുവാൻ ഏർപ്പെടുത്തുകയും അവൻ്റെ കുടുംബത്തിന് ആ അവകാശം നൽകുകയും ചെയ്തു. മടപ്പുരയിലെ പൂജകൾ ചെയ്യുന്നതിന് തീയ സമുദായക്കാരെ ഏർപ്പാടാക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. കള്ളും വെച്ചരിങ്ങാട് എന്ന പ്രസാദവും ചുട്ട മത്സ്യവും തേങ്ങാപ്പൂളുമാണ് നിവേദ്യമായി നൽകുന്നത്. തീയ സമുദായമാണ് സ്ഥിര പൂജ ചെയ്യുക എങ്കിലും എല്ലാ സംക്രമ ദിനങ്ങളിലും ഇവിടെ ബ്രാഹ്മണ പൂജകളും നടത്തിവരുന്നു. എല്ലാ ദിവസവും വെളുപ്പിനെ തുറക്കുന്ന നട ഏറെ വൈകിയാണ് അടയ്ക്കുക. മുത്തപ്പൻ എന്നാണ് ഇവിടെ കുടികൊള്ളുന്ന ചൈതന്യത്തെ വിളിക്കുന്നത് എങ്കിലും 2 ചൈതന്യങ്ങളെയാണ് ഇവിടെ ആരാധിക്കുന്നത്. വെള്ളാട്ടും തിരുവപ്പനെയുമാണ് ഇവിടെ കെട്ടിയാടുന്ന കോലങ്ങൾ. മത്സ്യാകാര കിരീടമണിഞ്ഞ തിരുവപ്പൻ ശ്രീ മഹാവിഷ്ണുവായും ജടയിൽ ചന്ദ്രക്കല അണിഞ്ഞ വെള്ളാട്ടം ശ്രീ പരമേശ്വരനായും സങ്കല്പിക്കുന്നു. പോറ്റമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കുവാൻ കണ്ണു മൂടിക്കെട്ടി നടന്ന മുത്തപ്പനെ സഹായിക്കാനായി പരമേശ്വരൻ വെള്ളാട്ടമായി എത്തിയതാണെന്നാണ് വിശ്വാസം. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ജാതിപതം ഭേദമന്യേ ഇവിടെ എത്തിച്ചേരുന്നത്. വരുന്നവർക്കെല്ലാം അന്നം നൽകുക എന്നൊരു പ്രത്യേകതയും മുത്തപ്പ ക്ഷേത്രത്തിനുണ്ട്. ചായയും പയറ് വേവിച്ചതും എല്ലാ സമയവും, അതേപോലെ രാവിലെയും വൈകുന്നേരവും ചോറ് ഉൾപ്പെടെയുള്ള ഭക്ഷണവും നൽകുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മീയ സങ്കേതമാണ് മറ്റെങ്ങും കാണാത്ത പ്രത്യേകതകളുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര എന്ന മുത്തപ്പൻ ക്ഷേത്രം. വരുന്ന എല്ലാവർക്കും ആത്മീയമായും ഭൗതികമായും സന്തോഷം മാത്രം നൽകുന്ന ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ അവിടെ ദർശനത്തിനായി കാത്തു നിൽക്കുമ്പോൾ കണ്ടുവരുന്ന ആ വലിയ ജനത്തിരക്കും ഉന്തും തള്ളും എന്നെ ചെറുതായി അലോസരപ്പെടുത്തുകയുണ്ടായി. അതുകൂടെ പരിഹരിച്ചിരുന്നെങ്കിൽ മുത്തപ്പൻ മടപ്പുര എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രം നൽകുന്ന ഒരിടമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.
ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച ബോട്ട് ജെട്ടിയിൽ ബോട്ട് സർവീസുമുണ്ട്. കുടുംബത്തോടുള്ള ഒരു യാത്രയായതുകൊണ്ട് തന്നെ ആ ബോട്ട് സർവീസും ആസ്വദിച്ചാണ് ഞങ്ങൾ പറശ്ശിനിക്കടവിൽ നിന്നും മടങ്ങിയത്. കേരളത്തിലെ ആത്മീയതയുടെ മറ്റൊരു തലമാണ് ഇവിടെ അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കാത്തവർ തീർച്ചയായും ഇവിടെ പോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരെയും മുത്തപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. സ്വപ്നമാകുമീ ക്ഷണിക ജീവിതം